Example 38, show that 0 is the identity for addition on R and 1 is the identity for multiplication on R, but there is no identity element for the operations subtraction from R cross R to R and division from R star cross R star to R star. R star എന്ന് പറയുന്നത് നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി ആവണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ സീറോയും വണ്ണും ഒക്കെ ഐഡൻറ്റിറ്റി ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഐഡൻറ്റിറ്റിയുടെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കുന്നത്. അതായത് സ്റ്റാർ എന്ന് പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ ഐഡൻറ്റിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് ഇ എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് എയിൽ ഉണ്ടായിരിക്കണം സച്ച് ദാറ്റ് എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ ആയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 0 ആണെന്നും മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ആയിരിക്കണം. അപ്പോൾ എ പ്ലസ് ഇയുടെ ഇ എന്ന് പറയുന്നത് എന്താ, ഇവിടെ അഡീഷനാണ് എടുക്കുന്നത്. അഡീഷൻ്റെ 0 ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 പ്ലസ് എ ആയിരിക്കണം. 0 പ്ലസ് എ തന്നെയാണല്ലോ, ഇറ്റ്സ് ഈക്വൽ ടു എങ്ങനെ പോയാലും എ പ്ലസ് 0 എന്ന് പറയുന്നത് എ തന്നെയാണ്, 0 പ്ലസ് എ എന്ന് പറയുന്നത് എ തന്നെയാണ്. അപ്പം ഇത് അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 പ്ലസ് എ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, 0 എന്ന് പറയുന്നത് അഡീഷൻ്റെ ഐഡൻറ്റിറ്റി ആണെന്ന് പറയാൻ പറ്റുമല്ലോ. അതുപോലെ ഇനി മൾട്ടിപ്ലിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് 1 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം തന്നെ, അതായത് എ ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എ തന്നെയാണല്ലോ. എ ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും എ ആണ്, 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാലും എ ആണ്. സിൻസ് എ പ്ലസ് 0 ഇസ് ഈക്വൽ ടു 0 പ്ലസ് എ ഈക്വൽ ടു എ ആൻഡ് എ ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു എ വിച്ച് ഇസ് ഈക്വൽ ടു എ തന്നെയാണ്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഡെഫിനേഷൻ അനുസരിച്ച് നമുക്ക് ഈ എലമെൻറ്റ് തന്നെയാണ് കിട്ടുന്നത്. എ എന്ന് പറഞ്ഞ എലമെൻറ്റ് തന്നെയാണ് ഓപ്പറേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 0 എന്ന് പറയുന്നത് അഡീഷൻ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്നും 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് പറയാലോ. ഫോർ എവറി എ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് 0 ആൻഡ് 1 ആർ ഐഡൻറ്റിറ്റി എലമെൻറ്റ്സ് for the operations addition and multiplication. Respectively. ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് സബ്ട്രാക്ഷനും ഡിവിഷനും ഐഡൻറ്റിറ്റി അല്ലെന്നാണ്. സബ്ട്രാക്ഷനും ഡിവിഷനും ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലെന്നാണ് നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റി പറഞ്ഞു എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ആയിരിക്കണം. അതായത് സ്റ്റാർ എന്ന് പറയുന്നത് എന്തായാലും കമ്മ്യൂട്ടേറ്റീവ് ആണ്. സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലെന്ന് നമുക്കറിയാം. സബ്ട്രാക്ഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓപ്പറേഷൻ അനുസരിച്ച് എന്താ വരേണ്ടത്, ഡെഫിനേഷൻ അനുസരിച്ച് എ മൈനസ് ഇ ഇസ് ഈക്വൽ ടു ഇ മൈനസ് എ ഇസ് ഈക്വൽ ടു എന്ത് വരണം, എ വരണം. എ മൈനസ് ഇ എന്ന് പറയുന്നത് നമുക്കൊരു വാല്യൂ കിട്ടാണ്. പക്ഷേ ഇ മൈനസ് എ എന്ന് പറയുന്നത് എന്തായാലും ഇത് രണ്ടും ഈക്വൽ ആവില്ല. നമുക്കറിയാം സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ എങ്ങനെ പോയാലും ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇ എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റ്, അതായത് ഒരു റിയൽ നമ്പർ ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സച്ച് ദാറ്റ് എ മൈനസ് ഇ ഈസ് ഈക്വൽ ടു ഇ മൈനസ് എ ഈസ് ഈക്വൽ ടു എ വരുന്ന രീതിക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഇ എന്ന് പറഞ്ഞ എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്ട്രാക്ഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലെന്ന് പറഞ്ഞു കിട്ടുമല്ലോ. ദർ ഈസ് നോ എലമെൻറ്റ് ഇ ഇൻ ആർ വിത്ത് a minus e is equal to e minus a for every a. ഈ ഒരു കണ്ടീഷൻ തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യുന്നില്ല. സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത കാരണം കൊണ്ട് എ മൈനസ് 0 എന്ന് പറയുന്നത് എന്താ വരിക, 0 എടുക്കുകയാണ്. 0 എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ വരിക, എ ആ വരിക. എന്നാൽ 0 മൈനസ് എ എടുക്കുമ്പോഴോ മൈനസ് എ ആ വരിക. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ വരിക. അപ്പോൾ എന്തായാലും 0 ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് രണ്ടും ഈക്വൽ അല്ലാത്ത രീതിക്ക് നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് സബ്ട്രാക്ഷൻ ഇല്ലെന്ന് പറയാലോ. എ മൈനസ് ഇ ഈസ് ഈക്വൽ ടു എ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കായിരുന്നു. പക്ഷേ ഇത് ഈക്വൽ ടു ഇ മൈനസ് എ, അതായത് ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇവിടെ കമ്മ്യൂട്ടേറ്റീവും കൂടി ആയിരിക്കണം. ഇത് വെച്ച് നമുക്ക് സബ്ട്രാക്ഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലെന്ന് പറയാൻ പറ്റും. സിമിലർ തന്നെയാണ് ഡിവിഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് ഇങ്ങനൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അതായത്
ഡിവിഷനും കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പോൾ എ ബൈ ഇ ഇസ് ഈക്വൽ ടു ഇ ബൈ എ വിച്ച് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ രീതിക്ക് നമുക്കൊരു ഇനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സിമിലർലി we cannot find any element E in R star such that A by E is equal to E by A for every A belongs to R star. Hence, subtraction and division do not have identity element. ഇപ്പോൾ നമുക്ക് കിട്ടിയത് അഡീഷൻ എന്ന് പറയാം. അഡീഷന് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ട് ആറിൽ, അതായത് 0 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫോർ അഡീഷൻ ഓൺ ആർ ആണ്. ഇനി നമ്മൾ ആറിന് പകരം നാച്ചുറൽ നമ്പർ എടുക്കാൻ നോക്കി, അതായത് എന്നിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ അഡീഷന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം 0 എന്ന് പറയുന്നത് എന്നിൽ ഉണ്ടാവില്ലല്ലോ, 0 എന്ന് പറയുന്നത് എന്നിലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് അഡീഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആറിൽ ഉണ്ടെന്ന് പറയാൻ കാരണം ഈ 0 ആറിലുള്ള കാരണം കൊണ്ടാണ്. ഇനി ആറിന് പകരം എന്നാണ് തരണമെന്നുണ്ടെങ്കിൽ അഡീഷൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ലെന്നേ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ടായിട്ട് പറയാണ്. ഇതിൻ്റെ ബാക്കി തന്നെയാണ്. 0 ഈസ് ഐഡൻറ്റിറ്റി ഫോർ ദി അഡീഷൻ ഓപ്പറേഷൻ. ഫോർ ദി അഡീഷൻ ഓപ്പറേഷൻ on R, but it is not identity for the addition operation on n, as 0 not element of n. Therefore addition operation on n does not have any identity. അപ്പോൾ ഈ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്ന സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അഡീഷണൽ കേസ് തന്നെ എടുത്താൽ മതി. ആറിലായിരുന്നപ്പോൾ അഡീഷണൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നാച്ചുറൽ നമ്പറിലാണെങ്കിൽ അഡീഷന് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇല്ല. താങ്ക് യു.